ഓക്കെ. ഈ ഒരു ക്വസ്റ്റ്യനകത്ത് ഒരു സർക്കിള് വിത്ത് സെൻറ്റർ O ആണ്. AOC എന്ന് പറയുന്ന ഡയമീറ്റർ ആണ്. ബി എന്ന് പറയുന്ന സർക്കംഫറൻസിൽ ഒരു പോയിന്റ് ആണ്. എന്നിട്ട് പറയുന്നത് ഇതിന്റെ ആർക്ക് AB എന്ന് പറയുന്നത് 1/5 ദ ആർക്ക് BC, അല്ലെങ്കിൽ ആർക്ക് ABയുടെയും BCയുടെയും ലെങ്തിന്റെ റേഷ്യോ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊന്നാണെങ്കിൽ ഇത് 5 ആയിരിക്കും എന്നാണ് അതിന്റെ അർത്ഥം. ഇനി നമുക്ക് ഫിഗർ വരയ്ക്കാം. ഫിഗർ വരയ്ക്കുമ്പോൾ സർക്കിളുണ്ട്. ആ സർക്കിളിന്റെ AOC എന്ന് പറയുന്നത് ഡയമീറ്റർ ആണ്. AOC എന്ന് പറയുന്ന ഡയമീറ്റർ ആണ്. ഓക്കെ, ഇതാണ് O എന്ന് പറയുന്ന പോയിന്റ്. B എന്ന് പറയുന്ന സർക്കിളിലെ ഏതോ ഒരു പോയിന്റ് ആണ്. എന്നിട്ട് ആർക്ക് ലെങ്ത്, ഓക്കെ, ആർക്ക് ലെങ്ത് AB എന്ന് പറയുന്നത് BCയുടെ 1/5 ആണ്. BCയുടെ 1/5 ആണ്. നമ്മളൊക്കെ പറഞ്ഞിരിക്കുന്നത് ആംഗിൾ BOC കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാനില്ല. ഓക്കെ, ആർക്ക് ലെങ്ത് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? നമ്മുടെ 2πr ഇൻറ്റു θ/360 ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ആക്ച്വലി റേഡിയസ് രണ്ടിടത്തും സെയിം ആണ്. അപ്പോൾ ഈ ആർക്ക് ലെങ്ത് എന്ന് പറയുന്നത് ഈ പറയുന്ന ആംഗിളിനെ ഡിപ്പെൻഡ് ചെയ്യും. ആംഗിൾ വലുതായി കഴിഞ്ഞാൽ ആർക്ക് ലെങ്ത് വലുതാവും. അപ്പോൾ ഈ പറയുന്ന നമുക്ക് ആർക്ക് ലെങ്തിന്റെ റേഷ്യോ 1:5 ആണെന്നറിയാം. അപ്പോൾ ഈ പറഞ്ഞ ഇവിടെ വരുന്ന ആംഗിളിന്റെ റേഷ്യോ എന്ത് തന്നെയായിരിക്കും? 1:5 തന്നെയായിരിക്കും. പിന്നെ AOC ഡയമീറ്റർ ആയതുകൊണ്ട് തന്നെ ആംഗിൾ AOC 180 ആയിരിക്കും. അതായത് ഈ ടോട്ടൽ ആംഗിൾ 180 ആയിരിക്കും. ഈ ടോട്ടൽ ആംഗിളിനെയാണ് 1:5 എന്ന റേഷ്യോയിൽ കട്ട് ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ ടോട്ടൽ 6 യൂണിറ്റ്, 6 യൂണിറ്റ് ആണ് 180. ഒരു യൂണിറ്റ് എന്ന് പറയുമ്പോൾ 30 എന്ന് പറഞ്ഞു വരും. ഒരു യൂണിറ്റ് 30 ആണെങ്കിൽ 5 യൂണിറ്റ് എന്ന് പറയുന്നത് 150 വരും. ഈ 150 ആയിരിക്കും ഈ ഒരു ക്വസ്റ്റിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. സിമ്പിൾ ആണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്.